നമസ്കാരം. വീണ്ടും മടിപ്പിച്ചു മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ കളിത്ത് വളരെ സന്തോഷം. ഇന്ന് ഗോൾഡിന്റെ വില ഇറങ്ങിയിരിക്കുന്നു 14,650 ഇരിക്കുന്നു. 22 ക്യാരറ്റ് നിയർലി 400 രൂപയുടെ അടുത്ത് ഇറങ്ങിയിരിക്കുന്നു. ഇത് 50, 100 എന്ന് പറഞ്ഞ് മുകളിലും താഴെയും പോയിക്കൊണ്ടിരിക്കും. ഡോളർ സ്ട്രെങ്തനിങ് കാരണവും ദുബായ് മാർക്കറ്റിൽ ഡിസ്കൗണ്ട് വയ്ക്കുന്ന കാരണവും ഗോൾഡ് പ്രഷറിലിരിക്കുന്നു. ഗോൾഡ് മാത്രമല്ല, ഓയിൽ അല്ലാതെ ഇരിക്കുന്ന എല്ലാ കമോഡിറ്റിയും പ്രഷറിലാണ് ഇരിക്കുന്നു. ഓയിൽ $100 മുകളിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഡൊമസ്റ്റിക് LPG സിലിണ്ടറിൽ കുറച്ച് പ്രഷർ കുറഞ്ഞിരിക്കുന്നു. കമേഴ്ഷ്യലിൽ അങ്ങനെ തന്നെ ഇരിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലും താഴെയും പോകുന്നു. ഇന്നലെ വെറും ഇൻഡെക്സിനെ മാത്രം കയറ്റിക്കൊണ്ട് സ്റ്റോക്കിനെ വിട്ടു. മുക്കാവാശ സ്റ്റോക്ക് ഡൗണിലാണ് ഇരുന്നത്. ഒരു ചില ഇൻഡെക്സിനെ മാത്രം തന്നെ കയറ്റിയിരുന്നു. ഇന്ന് രാവിലെ ആൾമോസ്റ്റ് 50 പോയിന്റ് വരയ്ക്കും നെഗറ്റീവിലാണ് ഇരുന്നത് ഇൻഡെക്സ്. ഇപ്പോൾ 160 പോയിന്റ് പ്ലസിലാണ് ഇരിക്കുന്നു. ബാങ്ക് നിഫ്റ്റിനെ വെച്ച് കയറ്റിയിരിക്കുന്നു. വിപ്രോ 3%, ഇൻഫോസിസ് 2.4%, ഫെഡറൽ ബാങ്ക് 1.7%, TCS 1.5%, ടെക് മഹീന്ദ്ര 1.5%, ഇൻഡസ്ഇൻഡ് ബാങ്ക് 1.3%, കല്യാൺ ജുവലേഴ്സ് 1%. ഇത്രയും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തങ്കമയിൽ 1.1ഉം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 1%ഉം കയറിയിരുന്നു. ഇന്ന് ഒരുപാട് പർട്ടിക്കുലർ സ്റ്റോക്സിനെ മാത്രം വെച്ചു മാർക്കറ്റിനെ കയറ്റിയിരിക്കുന്നത്. ഡെഫിനറ്റ് ആയിട്ട് വാർ അവിടെ കണ്ടിന്യൂ ആവുന്നു. 3 ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സ് ഇരിക്കുന്നു ആ പോറിൽ. 3 പേർക്കും ഒരു കോമൺ ഗോൾ അല്ല. ഇറാനിനെ അറിയാൻ അമേരിക്ക കൊണ്ട് ഒന്നും പറ്റൂല എന്ന് സർവൈവൽ തന്നെ വലിയ വിക്ടറിയായി കരുതി അറേബ്യ ഫുള്ളായിട്ട് ആ മിസൈലിന് ഇട്ടുകൊണ്ടേയിരിക്കും. സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിനെ അവർക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കും. അമേരിക്കയ്ക്ക് എപ്പോൾ റാമ്പിൽ നിന്ന് കുതിക്കാമെന്നാണ് ഇരിക്കുന്നു. ബട്ട് അവർക്ക് ഒന്നും ക്രെഡിബിൾ ആയിട്ട് കിട്ടിയില്ല. ഈ സെൻഡാ ഗോമേനെയും ഇട്ടുകൊണ്ട് പോകാൻ നോക്കിയാൽ അവർ റഷ്യ വിളിച്ചുകൊണ്ട് പോയതായിട്ടാണ് സംസാരിക്കുന്നു. സോ അത് ക്ലിയർ ആയിട്ട് ഇറാനിൽ എവിടെ ഇരിക്കുന്നു എന്ന് അറിയാൻ പറ്റുന്നില്ല. ഇറാൻ ഫുള്ളായിട്ട് ഇന്റർനെറ്റിനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് പറഞ്ഞില്ലെങ്കിൽ ആയിൽ 105, 110 ഇതിൽ സെക്കൻഡ് ഓർഡർ എഫക്റ്റ് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ ക്രെഡിറ്റ് ഓഫ് ഫെയിൽ ക്രെഡിറ്റിൽ കൊടുത്തിരിക്കുന്നു. ഇപ്പം നോക്കിയാൽ കമ്പനിക്കൊക്കെ ഒരേ ലോസാണ്. ഗവൺമെൻറ് കൊടുക്കുന്നില്ല. ഗ്യാസ് രക്തത്തിന് ഉറിഞ്ഞെടുക്കുന്നു. ലോസിന് വന്നിട്ട് ഓയിൽ കമ്പനിയെ ബെയർ ചെയ്യാൻ പറയുന്നു. ഇവിടെ ഇന്റർണൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഡീലറിന് ക്രെഡിറ്റിന് കട്ട് ചെയ്തു. സോ സ്റ്റോക്ക് ഡീലർ ക്യാഷ് കൊടുത്ത് വാങ്ങിയോണ്ട് അതിനുശേഷം പതിയെ വിൽക്കണം. ഡീല് കാശില്ലെങ്കിൽ വാങ്ങൂല. ഡിസ്ട്രിബ്യൂഷൻ ചെയിൻ തീർന്നു. ഓയിൽ സർജ് ഭയങ്കരമായിട്ടിരിക്കുന്നു. ഇത് കാരണം വിലയിനെ കയറ്റും എന്ന ഒരു പ്രോബ്ലമും ഉണ്ട്. അതേസമയം RBIയും ഫോഴ്സ് ചെയ്ത് ഇൻട്രസ്റ്റ് റേറ്റിനെ കൂട്ടും എന്നതുപോലെയാണ് സിറ്റുവേഷൻ ഇരിക്കുന്നു. ഇതാണ് ബോണ്ട് മാർക്കറ്റിൽ എതിർക്കൊള്ളുന്നത്. ഇത് ലോക്കലൈസ് ചെയ്താൽ തന്നെ PLE കിട്ടും എന്നതുപോലെ ഇരുന്നു. ഇപ്പോൾ വന്നിട്ട് ഡെഡ് ലൈൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. ഹൈ എൻഡ് മോട്ടാസിന് നിങ്ങളിപ്പോൾ ഇമ്പോർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. TCS, വിപ്രോ, ഇൻഫോസിസ് ഇതൊക്കെ വന്ന് പീക്കിൽ നിന്ന് 45%, ലാസ്റ്റ് 5 വർഷത്തിൽ 42% വിളുന്നിരിക്കുന്നു. ലെമൂര സിറ്റി ഇവർ 2 പേരും നിഫ്റ്റി ടാർഗറ്റിനെ കട്ട് ചെയ്തിരിക്കുന്നു. ഒരാൾ പറയുന്നു 27 പോകുമെന്ന് പറയുന്നു, ഒരാൾ പറയുന്നു 27 ചെല്ലത്തില്ല എന്ന് പറയുന്നു. ഒരു കൊല്ലം കഴിഞ്ഞാണ്. ഇന്ത്യയിൽ വന്നിട്ട് ഹോൾസെയിൽ പ്രൈസിൻ്റെ ഇൻഫ്ലേഷൻ 2.3% കയറിയിരിക്കുന്നു. അതായത് 1.3% കയറിയിരിക്കുന്നു. റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഇതിനെക്കാട്ടിലും കൂടുതലാണ് ചെന്നിരിക്കുന്നത്. ഇത് വന്നിട്ട് ജോബ്സ് ഇംപ്രൂവ് ആയതായിട്ട് ഗവൺമെൻറ് പറയുന്നു. പക്ഷേ ഫീൽഡിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. FIS കുറച്ച് മുമ്പേ വരെ ആൾമോസ്റ്റ് 51 കോടി ഡംപ് ചെയ്തു. ഈ കാശിന് വെളിയിലെടുത്തിട്ട് പോയി. കാശ് വെളിയിൽ ചെന്നു. അടുത്തത് ആക്റ്റീവ് ഫണ്ട്സിന് വിട്ടുകൊണ്ട് ജനങ്ങൾ പാസീവ് ഫണ്ടിലോട്ടാണ് പോകുന്നു. പെട്ടെന്ന് പാസീവ് ഫണ്ട്സിലിരുന്നും വെളിയിൽ പോകും ജനങ്ങൾ. വെളിയിൽ പോയി അവർ ബോണ്ടിലിട്ട് പറഞ്ഞ ഇൻട്രസ്റ്റിനെ പോക്കറ്റിലെടുത്തിടും. ഇൻട്രസ്റ്റിലിരുന്ന് സ്റ്റോക്കിന് 1, 2 എന്ന് കൺസിഡർ ചെയ്താൽ ബെറ്റർ ആയിട്ടിരിക്കും. ട്രേഡ് ഡെഫിസിറ്റ് നമ്മളെ മെർച്ചൻഡൈസ് ഇമ്പോർട്ടിനും എക്സ്പോർട്ടിനും ഇതൊരു ഗ്യാപ്പാണ്. ഇൻക്രീസായി $27 ബില്യൺ ആയിരിക്കുന്നു. ജാനുവരിയിൽ നിന്ന് കുറഞ്ഞിരിക്കുന്നു. ഇയർ ഓൺ ഇയർ കയറിയിരിക്കുന്നു. ഇത് വാറിന് മുമ്പേ ഉള്ള കഥയാണ്. ഇപ്പോൾ വാർ വന്നിട്ട് പെട്രോൾ വിലേനെ 20-25% കയറ്റിയിരിക്കുന്നു. അടുത്ത മാസമൊക്കെ കുറച്ചുകൂടെ ഗുജാലായിട്ടിരിക്കും. അതായത് 20% മുകളിൽ അത് കയറിയിരിക്കും. NSEയുടെ വാല്യുവേഷൻ 7 ലക്ഷം കോടിയാണ്. ആ വാല്യുവേഷൻ ഇപ്പോൾ കിട്ടുമോ എന്ന് സംശയമുണ്ട്. ഇത് കാരണം ഇപ്പോൾ IPO ചെല്ലത്തില്ല എന്നാണ് തോന്നുന്നു. ഈ ബോട്ടം ഓഫ് പിരമിഡിൽ ഇരിക്കുന്ന 21 മില്യൺ സ്മാൾ ടൈം ഫോളോവേഴ്സിന് ഇനിമേൽ ബോറോയിങ് ഇല്ല, കടം കൊടുക്കാൻ പറ്റൂല, ഞങ്ങൾക്ക് ആരും കറക്റ്റായിട്ട് കടം തരുന്നില്ല എന്ന് മൈക്രോ ഫൈനാൻസ് കമ്പനി പറഞ്ഞിരിക്കുന്നു. മൈക്രോ ഫൈനാൻസിൻ്റെ അടുത്ത് ഇരുന്ന് 21 മില്യൺ പീപ്പിൾ വാങ്ങിയതിന് ഇപ്പോൾ ഫോർമൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇരിക്കുമോ എന്ന് സംശയമുണ്ട്. അത് വളരെ സത്യപൂർവമായിരിക്കുന്ന ഗവൺമെൻറ് പോയ ഒരു 11 വർഷത്തിൽ 2.75 ലാക്സ് ക്രോർസ് NPA ഇറക്കിയിരിക്കുന്നു. ഈ വർഷം കൂടെ 50,000 കോടി ചെയ്തിരിക്കുന്നു.
ഗോൾഡ് ETF-ൽ വന്ന ഇൻഫ്ലോ ഒക്കെ ഒരേടിയായിട്ട് കുറഞ്ഞിരിക്കുന്നു. ഗോൾഡ് കയറിയാൽ തന്നെ ഇതിൽ ഇൻഫ്ലോ വരും, അല്ലെങ്കിൽ വരില്ല. ഗോൾഡ് ഇറങ്ങുന്നതോളം നിങ്ങളെ കൺസിഡർ ചെയ്യാൻ കുറയാ. എന്തെന്ന് വെച്ചാൽ ലോങ് ടേമിൽ തിരികെ ഗോൾഡ് കയറാൻ തുടങ്ങും. മൈക്രോ ഫിനാൻസ് കമ്പനി ചെറിയ ലോൺ കൊടുക്കുന്ന ബദലായിട്ട് ഒരു വലിയ ലോൺ കൊടുക്കുന്നു. അതും വലിയ ആൾക്കാരെന്നാണ് കൊടുക്കുന്നത്. അത് ഞാൻ പറഞ്ഞതുപോലെ ബോട്ടം ഓഫ് പിരമിഡ് ഇതിന് സെർവ് ചെയ്യാൻ വന്നു. അതിന് ലോൺ കൊടുക്കുന്നതിന് അവർ നിർത്തിയിരിക്കുന്നു. ഇന്ത്യയിൽ എത്ര വാർണിംഗ് കൊടുത്താലും ഡിജിറ്റൽ ഗോൾഡ് ജനങ്ങൾ വാങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. എന്തെങ്കിലും 2-3 കമ്പനി ഡീഫാൾട്ട് ആയാൽ തന്നെ യങ്സ്റ്റേഴ്സിന് ഒരു വിവരം എത്തും ഇതിനെക്കുറിച്ച്. ഇത് RBIയും പറഞ്ഞിരിക്കുന്നു ഇതിനെ ചെയ്യരുത് എന്ന്, സെബിയും പറഞ്ഞിരിക്കുന്നു ചെയ്യേണ്ട എന്ന്. അതിനുശേഷം ഇതിനെ ചെയ്തെന്താ, അയ്യോ ഇത് നമ്മളെ വളരെ പാളാപ്പെടുത്തുന്നു, ഇങ്ങനെ പറ്റുമല്ലോ എന്ന് വെപ്രാളപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. ടാറ്റ മോട്ടോഴ്സ് കമേഴ്ഷ്യൽ വെഹിക്കിൾ വന്ന് ഒരു സെയിൽസ് പ്രൈസിന് 1.2% കീട്ടുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നു. അതായത് April 1 മുതൽ. സൈഡസ് ലൈഫ് സയൻസസ് പുതിയ ഡ്രഗ് ഫോർ റാർ ഏജിങ് പ്രോസസ് കണ്ടുപിടിച്ചതായിട്ട് പറഞ്ഞിരിക്കുന്നു. റിലയൻസ് പ്ലാൻ വന്നിട്ട് ജിയോ IPO ഇടുന്നതായിട്ട് ഡിസൈഡ് ചെയ്തിരിക്കുന്നു. IPOക്കാർക്ക് ഇത് സ്പെസിഫിക് ആയിട്ട് ലിസ്റ്റിംഗ് ആയിട്ട് മാറ്റിയിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ ഷെയർസിന് കൂടുതൽ ഇറക്കി വിട്ട ഇതിൽ മാർക്കറ്റ് കുറഞ്ഞു പോകുമെന്ന് അംബാനിയുടെ ഫാമിലിക്ക് അറിയാം. അവർ തന്നെ IPOയിൽ പാസ്റ്റ് മാസ്റ്റേഴ്സ്. ഇപ്പോൾ IPO മാനിപ്പുലേഷൻ റൂൾസിന് ഗവൺമെൻറ്റിനെ വെച്ച് അവർ ചേഞ്ച് ചെയ്തിരിക്കുന്നു. IDBI വിൽക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷേ ഇപ്പോൾ വിൽക്കാൻ പോകുന്നതില്ല. ഓഫറൊക്കെ ടു ലോ എന്ന് പറയുന്ന കാരണം 20% വിറ്റ് മാർക്കറ്റ് കുറഞ്ഞിരിക്കുന്നു. ഫാർമ പ്രോഡക്ട്സ് ഒക്കെ പ്രൊപ്പൈൻ ഇല്ലാതെ, ഗ്യാസ് ഇല്ലാതെ, ഡെലിവറി ഇല്ലാതെ നിൽക്കുന്നു. പ്രൊഡക്ഷൻ എഫക്റ്റ് ആവുന്നു. JLR എന്ത് ചെയ്യുന്നതെന്നാൽ റിക്കവറി പുഷ് ചെയ്യുന്നു യൂസിങ് ദെയർ സ്ട്രോങ് ഫാൻസ്. ഈ കമ്പനിക്ക് ചെയർമാനായിരുന്ന PB ബാലാജി അവിടെ CEO പോയി ഹിറ്റ് ദി ഗ്രൗണ്ട് റണ്ണിങ്, ജനങ്ങളെ വന്നിട്ട് പുഷ് ചെയ്യുന്നു. സോ റിസൾട്ട് നന്നായിരിക്കും, ടേൺ അറൗണ്ട് ആകുമെന്നാണ് തോന്നുന്നു. ഓല ഇലക്ട്രിക് എന്ത് പറയുന്നു എന്നാൽ ബാറ്ററി ഇടാൻ പോകുന്നു, ബാറ്ററി ചെയ്യാൻ പോകുന്നതായിട്ട് പറയുന്നു. സ്കൂട്ടർ ചെയ്യണത് കുറയാക്കാൻ പോകുന്നു. അതിന് ഞങ്ങൾക്ക് 2000 കോടി വേണം. ഇൻവെസ്റ്റേഴ്സ് അത് കാരണം ഞങ്ങളെ വിശ്വസിച്ച് കാശിട്ട് കയറ്റാൻ പറയുന്നു. ഇന്നും ഒരു 2000 കോടി കിട്ടിയാൽ അത് ശരിയാക്കാൻ പറ്റുമെന്ന് പറയുന്നു. ഈ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് വന്നിട്ട് സ്റ്റൗവൊക്കെ ഒരു മാസത്തിന് 2000 നിൽക്കുന്ന സ്ഥലത്തിൽ ഇപ്പോൾ ഒരേ ദിവസത്തിൽ 2 ലക്ഷം പീസ് വിൽക്കാൻ പറ്റിരിക്കുന്നു. ഈ ട്രെൻഡ് ഇന്നും കണ്ടിന്യൂ ആവും. ജനങ്ങൾ ഗ്യാസ് ഷോർട്ടേജിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ആകുന്നു. ഇതാണ് മുഖ്യ വാർത്ത. പട്ടാസ് ടെസ്റ്റ് ചീപ്പായിരിക്കും. തിരികെ വിറ്റ് മാർക്കറ്റ് നോർമൽ ലെവലിൽ വരുവാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നമ്മളെ മണിപ്പേജ് വെബ്സൈറ്റിൽ വന്നിട്ട് ക്യൂറേറ്റഡ് ആർട്ടിക്കിൾസ് ഇരിക്കുന്നു. ഞാൻ സംസാരിക്കുന്നതൊക്കെ അവിടെ ആർട്ടിക്കിളായിട്ടുണ്ട്. തമിഴിലും ഇംഗ്ലീഷിലും ഉണ്ട്. മാസം 100 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ചാർജ്. നിങ്ങൾ അതിന് സബ്സ്ക്രൈബ് ചെയ്ത് യൂസ് ചെയ്തോ. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.